പെർഫെക്റ്റ് ഇപ്പോഴാണ് കണ്ടിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഇഫക്റ്റും സൗണ്ട് സിസ്റ്റം എല്ലാം കൂടി ആ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടറുടെ ആ ഒരു എന്താ പറയാ പറയാൻ വാക്കുകളില്ല അത്രയും സൂപ്പറായിരുന്നു. ഇത് പണ്ട് അന്ന് ഇറങ്ങിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് എത്രയോ എന്താ പറയാ ഭയങ്കര ഇഫക്റ്റ് ആയിരുന്നു സൗണ്ട് ഇതെല്ലാം. എന്താ പറയാ വിളിച്ചാണോ ശരിക്കും അതെ ശരിക്കും അതെ കാണുമ്പോ തന്നെ സല്യൂട്ട് അടിക്കാൻ തോന്നുന്നു. അടിപൊളി സൗണ്ടൊക്കെ എന്റെ ഗംഭീര സൗണ്ട് ഒരു രക്ഷയില്ല. പിടിമുഴക്കാനകത്ത് നമ്മൾ സൗണ്ട് എന്ന് പറയാം, അതുമാതിരി സൗണ്ടാണ് കൂടുതൽ. മൊത്തത്തില് സൂപ്പറായി കാണാൻ അടിപൊളി മേക്കിംഗ്, നല്ല സൂപ്പർ. നമ്മളൊരു പുതിയ പടം കാണുന്ന അതേ ലാഘവത്തോളം കാണാം. അടിപൊളി മേക്കിംഗ് ആയിട്ട് 4K അറ്റ്മോസ് സൂപ്പറാ. പഴയ വലിയേട്ടൻ 4K ആയപ്പോൾ നല്ല അടിപൊളി സൗണ്ടും ആ BGM ഒക്കെ എന്ത് സൂപ്പറാണെന്നറിയാം. അടിപൊളി ഇല്ല, തിയേറ്ററിൽ ഞാൻ കണ്ടില്ല. ഇല്ല, നമ്മൾ ഈ കൈരളി കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷേ നമുക്കൊരു വല്ലാത്തൊരു അനുഭവമാണ്. ഇങ്ങനെ ഒരു നമ്മൾ വീണ്ടും കാണാൻ പറ്റും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. സൂപ്പറായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, 4K നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ല ക്ലാരിറ്റിയോടെ കാണാൻ പറ്റും. BGM ഒക്കെ നല്ല സൂപ്പർ. ആ BGM അടിപൊളിയാണ്. അതിഭീകര ആവേശം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര മൂഡ്, ഭയങ്കര സെറ്റ്. ഞാനത് ഇറങ്ങിയ സമയത്ത് എനിക്ക് 3 വയസ്സേ ഉള്ളൂ. അപ്പം അത് അന്ന് എനിക്ക് കാണണം എന്നുണ്ടായിരുന്ന സാധനം ഇന്ന് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു രോമാഞ്ചം തന്നെ. ഇപ്പോഴത്തെ പറയുമ്പോഴേ രോമാഞ്ചം വരും. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്കൊരു മമ്മൂക്കയുടെ ആവേശം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര രോമാഞ്ചം കൊള്ളുന്ന ആവേശം തന്നെയാണ്. അതിൽ എത്ര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. സിനിമ അടിപൊളി. ഞാൻ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ടില്ല. ഇപ്പോഴാണ് തിയേറ്ററിൽ എക്സ്പീരിയൻസ്. ഓരോ മൂമെൻറ്റും ഗൂസ് ബംസ് ആയിരുന്നു. മമ്മൂക്കയുടെ ഗ്ലാമറൊക്കെ അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ ഉണ്ടാവുക അടിപൊളിയാണ്. നല്ല എക്സ്പീരിയൻസ്. ഷാജി സാറിൻ്റെ മക്കളുടെ കൂടെ സിനിമ കാണാൻ പറ്റിയ സന്തോഷം ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. നമ്മളൊക്കെ ചെറുതിലാണ് ഈ സിനിമ കണ്ടത്. തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാം. എനിക്ക് പേഴ്സണലി ഒരു ഓണർ വർക്കിംഗ് ഓൺ ദിസ് ഫിലിം. നമ്മൾ കണ്ട മൂവിയാണെന്നുണ്ടെങ്കിലും പക്ഷെ ഒരു റീമാസ്റ്റർ വേർഷൻ വരുമ്പോഴേക്കും ഡബിൾ എക്സൈറ്റഡ് ആണ്. നല്ല മൂവിയാണ്. ലൈക്ക് അതിൻ്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ല രസമുണ്ട്. സോ ഇറ്റ്സ് എ ബ്രില്യൻറ്റ് മൂവി ആക്ച്വലി. എല്ലാവരും നല്ല രീതിയിലാണ് റീവർക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ കണ്ട മൂവിയാണെന്നുണ്ടെങ്കിലും പിന്നെയും അത് ആ ഒരു മാസ് ഡയലോഗ്സൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലൈക്ക് ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് ആണ് വന്നത്. പിന്നെയും ബിഗ് സ്ക്രീനിൽ ഒന്നും കൂടിയിട്ട് റീവാച്ച് ചെയ്യുമ്പോഴേക്കും നല്ലായിരുന്നു. മമ്മൂട്ടി മാത്രമല്ല, മമ്മൂട്ടിയാണ് മെയിനെങ്കിലും പക്ഷേ കലാഭവൻ മണി അതേപോലെ NF വർഗീസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിന്നെയും ഒരു പ്രാവശ്യം കൂടിയിട്ട് ബാക്ക് ടു തിയേറ്റേഴ്സ് കാണാനായിട്ട് ഉള്ളൊരു ചാൻസ് ആയിരുന്നു. സോ നല്ലൊരു എക്സ്പീരിയൻസ്. രാജമണി സാറിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ RR ഉണ്ട്, വേറെ ലെവലാണ്. 2020 ഒക്കെ ചെയ്ത ഓർമ്മയില്ലേ, അതാണ് പൊളി. എല്ലാത്തിൻ്റെയും പഞ്ചിങ് മ്യൂസിക്കാണ്. ഞാൻ പണ്ടിത് മിമിക്രിയിൽ ഞാൻ അനുകരിച്ചിട്ടുണ്ട് ഈ മ്യൂസിക്, ഈ സെയിം സാധനം. ഓക്കെ അപ്പം നേരത്തെ കണ്ടിരുന്നു സ്ക്രീൻ മാനത്തെ മണിത്തുമ്പ വീട്ടിലൊക്കെ ഇപ്പോഴും ട്രെൻഡിങ് ആണല്ലോ, കല്യാണ വീഡിയോയിലൊക്കെ അല്ലേ. അത് സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഫീല്? എല്ലാവരും ഒരുമിച്ച് നടന്നു വരുന്ന ആ ഫീല് അല്ലേ? എല്ലാം നല്ല തന്നെയാണ്. ഇപ്പോഴും ട്രെൻഡിങ് ആണ്. അതെ അതെ, പാട്ടൊക്കെ അടിപൊളിയല്ലേ, എല്ലാം ഗംഭീരം. ഓക്കേടാ, ഒന്ന് വേറെ പടം ഇറങ്ങിയിട്ടില്ലേ? സ്ഥാനാർത്ഥി പിന്നെ മമ്മൂട്ടി മാസല്ലേ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു വട്ടം കാണാൻ പറ്റുന്നൊരു വലിയ കാര്യം തിയേറ്ററിൽ. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.